ഷലോം, ഞെറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ പരമാവധി ഹിന്ദുക്കള് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ ഈ വീഡിയോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കേൾക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്. അതായത് കേരളത്തില് സാധാരണ BJPക്ക് ഒരു സ്ഥാനം കിട്ടുമോ എന്നൊരു പേടി സുഡാപ്പികൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലൊരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നമ്മുടെ സുരേഷ് ഗോപിക്ക് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് തന്നെ ഞാൻ കുറച്ചു നേരം കമന്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ലൈവിൽ വരാം, എന്നാലേ ശരിയാകത്തുള്ളൂ. സുഡാപ്പികളൊക്കെ കുറച്ച് കുരു പൊട്ടട്ടെ, അതിനുശേഷം ഞാൻ സീരിയസ് ആയിട്ടൊരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കാം. കേരളത്തില് നമ്മുടെ സുരേഷ് ഗോപിക്കാണ് സ്കോപ്പ് ഉള്ളത്. ഞാൻ എന്തിനാ റീന ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുന്നു പറഞ്ഞാൽ, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ സീസറിനുള്ളത് സീസറിനിരിക്കട്ടെ, ആ സീസറിനുള്ളത് സീസറിന് ഇരിക്കണമെന്ന് പറയാൻ കാരണം ഇത് അന്ത്യകാലഘട്ടമാണ്. വളരെ ബുദ്ധിപരമായിട്ട് പാമ്പിനെ പോലെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഓരോ കാര്യങ്ങളും ചിന്തിച്ചും ഗൗരവത്തോടും കൂടിയും കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തില് സുരേഷ് ഗോപി നമ്മുടെ തൃശ്ശൂരിൽ ജയിക്കും എന്നുള്ള ഏകദേശ സൂചനകൾ ആർക്കുണ്ട്? സുഡാപ്പികൾക്കുണ്ട്. അപ്പോൾ ഈ സുഡാപ്പി തീവ്രവാദികളെല്ലാം കൂടി ചേർന്നിട്ട് സുരേഷ് ഗോപിയെ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മമ്മദ് കാമഭ്രാന്തൻ ചെയ്ത ഒരു പരിപാടിയുണ്ട്. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിച്ചിട്ട് ആ തമ്മിലടിച്ചിട്ടുണ്ടായ ചോരയ്ക്കകത്ത് യഹൂദനെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചിനകത്ത് കത്തി കുത്തിക്കയറ്റിയ ഒരു പരിപാടി ആര് നടത്തിയിട്ടുണ്ട്? മമ്മദ് കാമഭ്രാന്തൻ നടത്തിയിട്ടുണ്ട്. ഇതേ ഒരു ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോട്ടെ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ക്രിസ്ത്യാനികൾ വോട്ടിട്ട് കൊടുക്കും. കാരണം ഇവരുടെ തീവ്രവാദവും ഇവരുടെ വൃത്തികേടുകളും ഏകദേശവും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അഥവാ ക്രിസ്ത്യാനികൾക്ക് ചെറിയൊരു ഒരു ചായ്വ് ഈ തീവ്രവാദം നശിപ്പിച്ച് കളയണം, അല്ലെങ്കിൽ ഈ തീവ്രവാദത്തെ ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കി കളയണം എന്നൊരു ചെറിയ ആഗ്രഹം ക്രിസ്ത്യാനികൾക്ക് തോന്നിയിട്ട്, അഥവാ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടിട്ട് കൊടുത്താലോ എന്നുള്ളൊരു പേടി കാരണം എങ്ങനെയെങ്കിലും സുരേഷ് ഗോപിയെ കരിവാരി തേക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. ആദ്യം കരിവാരി തിരക്കാൻ ശ്രമിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെണ്ണ് കേസിൽ കുടുക്കിയിട്ടാണ് സുരേഷ് ഗോപി. പിന്നെ സുരേഷ് ഗോപി പെണ്ണ് കിട്ടാതെ അലഞ്ഞു കിടക്കുകയല്ലേ. കാരണം സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് ഒരു സൗന്ദര്യവും ഇല്ല, സുരേഷ് ഗോപിയുടെ ഭാര്യയ്ക്ക് ഒരു കഴിവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. സുരേഷ് ഗോപിയെ സന്തോഷിപ്പിക്കാനുള്ള കഴിവൊന്നുമില്ല. കാരണം മമ്മദ് കാമഭ്രാന്തന്റെ മതത്തിലാ സുരേഷ് ഗോപി ജീവിക്കുന്ന എന്നാ ഇവന്റെയൊക്കെ വിചാരം. കാരണം കാണുന്ന പെണ്ണുങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും സുരേഷ് ഗോപിക്ക് എന്ത് ചെയ്യും? ഭോഗിക്കാൻ തോന്നും എന്നാണ് ഇവമാർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു തരത്തില് സുരേഷ് ഗോപിക്ക് എതിരെ ആദ്യം എന്ത് ചെയ്തു? പെണ്ണ് കേസിൽ കേസ് കൊടുത്തു പെണ്ണ് കേസിൽ പൂട്ടാൻ നോക്കി. അത് നടക്കുന്നില്ല. സ്ത്രീകളെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കി കണ്ടപ്പോഴത്തേക്കും ഇപ്പൊ പുതിയ വിവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സ്വർണ്ണക്കിരീടം. ഈ വിവാദം അല്ല, ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് തലയ്ക്ക് ബോധവും വെളിവും കെട്ട് കിടക്കുകയാണോ ക്രിസ്ത്യാനി? ഈ സുഡാപ്പി വൃത്തികെട്ടവന്മാരും അതുപോലെ ഈ അന്തം കമ്മികളും ഈ കൊങ്ങികളും ഒക്കെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇത് അതുപോലെ കണ്ണടച്ച് വിഴുങ്ങാനും സുരേഷ് ഗോപി ചൊമ്പിലാണ് സ്വർണം പൂശി കൊണ്ടുവന്നെങ്കിൽ അതിനിപ്പോ എന്നാ കുഴപ്പമിരിക്കുന്നത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഇത് പുതുമയാണോ ക്രിസ്ത്യാനിക്കിത്? ക്രിസ്ത്യാനിയൊക്കെ സ്വർണ്ണക്കൊടിമരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 5 കിലോ സ്വർണത്തിനകത്താണ് സ്വർണ്ണക്കൊടിമരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിയെ. നീയൊക്കെ നിന്റെയൊക്കെ പള്ളികളിൽ സ്വർണ്ണ കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്ന നീയൊക്കെ 5 കിലോ സ്വർണത്തിനകത്തും 2 കിലോ സ്വർണത്തിനകത്തും ഒക്കെയാണ് സ്വർണ്ണക്കുരിശുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിന്റെയൊക്കെ പള്ളികളിൽ ഇരിക്കുന്ന സ്വർണ്ണക്കുരിശാകട്ടെ, സ്വർണ്ണക്കിരീടമാകട്ടെ, സ്വർണം പൂശിയ കൊടിമരമാകട്ടെ, ഇതെല്ലാം സ്വർണം എന്ന് പേര് പറഞ്ഞാലും അതിനകത്ത് സ്വർണം എത്ര ശതമാനം അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അല്ലാതെ എല്ലാം കൂടി കൊണ്ടുവന്ന് സ്വർണത്തിൽ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്ന് തരാനായിട്ട് അംബാനിയാണോ? ഒരു 250 ഗ്രാം ഒരു സ്വർണ്ണക്കിരീടം തൂക്കിയാൽ എത്ര കാണും? മാക്സിമം ഒരു 250 ഗ്രാമെങ്കിലും വേണ്ടേ ഒരു സ്വർണ്ണക്കിരീടം തൂക്കുമ്പോഴത്തേക്കും? അപ്പൊ 250 ഗ്രാമിൽ സ്വർണ്ണക്കിരീടം ഉണ്ടാക്കാൻ പറ്റുമോ? അത് ആരാ ഈ ലോകത്ത് ചെയ്യുന്നേ? അതിനകത്ത് എത്ര പവൻ അടങ്ങിയിട്ടുണ്ട്, എത്ര ഗ്രാം അടങ്ങിയിട്ടുണ്ടെന്ന് അത് മാത്രം നോക്കിയാൽ മതി. അതിനകത്ത് ഏകദേശം ചെമ്പായിരിക്കുമെങ്കിൽ ചെമ്പിലിരിക്കട്ടെ, ചെമ്പിൽ പൂശി തന്നെയാണല്ലോ എല്ലായിടത്തും കിരീടമാണെങ്കിലും കുരിശാണെങ്കിലും എന്താണെങ്കിലും ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗവും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പള്ളിപ്പിരിവെടുത്തും അത് പിരിവെടുത്തും ഇത് പിരിവ് നടത്തും അച്ഛന്മാരെല്ലാം സ്വർണ്ണക്കിരീടവും സ്വർണ്ണക്കുരിശും സ്വർണം കൊടിമരവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതൊക്കെ പോയി ഒന്ന് അളക്കാദ്യം.
അപ്പൊ അറിയാൻ പറ്റും അതിനകത്ത് എത്രത്തോളം നീയൊക്കെ ചെമ്പ് പൂശിയാ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിച്ചതെന്ന്. പള്ളിപ്പിരിവ് നടത്തി കോടികൾ ഉണ്ടാക്കിയിട്ട് ആ കോടിയുടെ മറവിൽ ചെമ്പടിച്ച് കയറ്റിയിട്ട് അതിനകത്താണ് നീയൊക്കെ പൂശി ചുറ്റിക്കൊണ്ടു. സുരേഷ് ഗോപി കൊണ്ടുവന്ന് പറഞ്ഞു, ഞാൻ തനി തങ്കത്തിൽ ഒരു സ്വർണ്ണക്കിരീടത നിങ്ങൾക്ക് തരികയാണെന്ന് പറഞ്ഞു. ഒരു സ്വർണ്ണക്കിരീടം എന്നല്ലേ പറഞ്ഞോളൂ. ഒരു സ്വർണ്ണക്കിരീടം 18 ക്യാരറ്റ് മോതിരം ഒരുത്തൻ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്റെ സ്വർണ്ണ മോതിരം എന്നേ പറയത്തുള്ളൂ. 18 ക്യാരറ്റ് സ്വർണം അതിനകത്തുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ചെമ്പിരിക്കുന്നത് കൊണ്ട് അയ്യോ ഇത് ചെമ്പാണ് കേട്ടോ, ചെമ്പിനകത്ത് സ്വർണമാണ് എന്നെങ്കിൽ ഏതെങ്കിലും പറയുമോ? നിനക്കൊന്നും വിവരമില്ലേ ക്രിസ്ത്യാനിയെ? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. നിങ്ങളെ വഞ്ചിക്കാനും നിങ്ങളെ പറ്റിക്കാനും നിങ്ങളെ എന്താ പറയുന്ന മണ്ടന്മാരാക്കാനും ഈ കേരള സമൂഹത്തിലെ സുഡാപ്പികൾക്കും അന്തം കമ്മികൾക്കും അന്തം കൊങ്ങികൾക്കും കഴിയുമെന്ന് അവന്മാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി സ്വർണ്ണക്കിരീടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കിരീടത്തിനകത്ത് എത്ര പെർസെന്റേജ് സ്വർണം അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടാൽ മതി. സ്വർണത്തിനെയും ചെമ്പിനെയും വെച്ച് തട്ടളക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലും സ്വർണത്തിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കത്തുള്ളൂ. എന്റെ കയ്യിൽ കാണുന്ന ഇത് കണ്ടോ, ഈ മോതിരം കണ്ടോ, ഇത് ഡയമണ്ട് ആണ്. എന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം എന്ന് പറയുന്നത് ഡയമണ്ട് ആക്കണം. ഇതിനകത്ത് 9 കല്ലുകളുണ്ട് ഈ മോതിരത്തിനകത്ത്. ഇതിന്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണെന്നറിയോ? 4.5 ലക്ഷം രൂപയാ ഇതിന്റെ വില എന്ന് പറയുന്നത്. ഈ ഒറ്റ മോതിരത്തിന്റെ വില എന്ന് പറയുന്നത് 4.5 ലക്ഷം രൂപയാണ്. ഇത് തനി ഡയമണ്ടാ. ഇത് സാധാ ക്യാരറ്റ് ഡയമണ്ട് അല്ല, ഇത് സാധാരണ ലോക്കൽ ഡയമണ്ട് അല്ല, ഇത് തനി തങ്കത്തിന്റെ ഡയമണ്ട് ആണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. 9 കല്ലുകളുള്ളതായി ഈ മോതിരം എന്ന് പറയുന്നത്. ഇതിന് കവർ ചെയ്തിരിക്കുന്ന ഈ സ്വർണം ഉണ്ടല്ലോ, ഇതിനെ കവർ ചെയ്തിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് കേവലം 18 ക്യാരറ്റാ. ഈ ഡയമണ്ടിനെ കവർ ചെയ്തിരിക്കുന്ന ഈ സ്വർണം എന്ന് പറയുന്നത് കേവലം 18 ക്യാരറ്റാ. ഇത് എന്തുകൊണ്ടാ 18 ക്യാരറ്റിനകത്ത് ഡയമണ്ട് പണിത് വെച്ചിരിക്കുന്നത്? കാരണം തനി സ്വർണത്തിനകത്ത് ഡയമണ്ടിനെ പണിയാൻ പറ്റില്ല. തനി സ്വർണത്തിനകത്ത് ഡയമണ്ടിനെ പണിത് കഴിഞ്ഞാൽ ഡയമണ്ട് നിൽക്കത്തില്ല. ഡയമണ്ട് നിൽക്കേണ്ടതാണ്, അത് ഈട് നിൽക്കേണ്ട ഒരു സാധനമാണ്. അതിന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ സ്വർണത്തിനകത്ത് പണിയാൻ പറ്റത്തില്ല. നല്ലതുപോലെ ഡയമണ്ട് പണിയുന്നവരടുത്ത് പോയി ചോദിക്കണം. യഥാർത്ഥ ഡയമണ്ട് ഇട്ട് പണിയണമെന്നുണ്ടെങ്കിൽ അവൻ 18 ക്യാരറ്റ് സ്വർണത്തിനകത്തോ അല്ലെങ്കിൽ 16 ക്യാരറ്റ് സ്വർണത്തിനകത്തോ 14 ക്യാരറ്റ് സ്വർണത്തിനകത്തോ ഇട്ട് പണിയത്തുള്ളൂ. അല്ലാതെ ഡയമണ്ട് പണിയുന്നവനൊന്നും കയറി എന്ത് ചെയ്യത്തില്ല, ഈ 22 ക്യാരറ്റ് സ്വർണം ഇട്ട് പണിയത്തില്ല. അങ്ങനെ പണിത് കഴിഞ്ഞാൽ അതിൻ്റെതായ ഫോൾട്ടുകൾ എന്ത് ചെയ്യാറുണ്ട്, ആ തനി തങ്കമായ ഡയമണ്ടിന് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ നല്ലതുപോലെ ഡയമണ്ട് ഇട്ട് പണിയുന്നവർ ഒരിക്കലും ചെയ്യത്തില്ല. അവർ പണിയുന്ന ക്യാരറ്റ് എപ്പോഴും കുറവായിരിക്കും. എന്തുകൊണ്ടാ? ഡയമണ്ടിന്റെ വാല്യൂ നിൽക്കുന്നത് കൊണ്ടാ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ, അയ്യോ ഞാൻ ചെമ്പിനകത്തെ 18 ക്യാരറ്റ് ചെമ്പിനകത്താണ് ഇതിനകത്ത് ഞാൻ ഡയമണ്ട് വെച്ചിരിക്കുന്നതെന്നാണോ ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞ എന്ത് പറയും? ഇത് സ്വർണ്ണ മോതിരമാണ്, അതിനകത്താണ് ഡയമണ്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ സ്വർണ്ണ മോതിരം ഒന്നും പറയണ്ട, ഇത് ഡയമണ്ട് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ഡയമണ്ട് ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡയമണ്ട് എന്നാണോ അതിനർത്ഥം? ഇത് ഡയമണ്ട് മോതിരമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇത് മൊത്തവും ഡയമണ്ട് മോതിരം എന്നാണോ അതിനർത്ഥം? ഈ കാണുന്നത് മാത്രമാണ് ഡയമണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഇതെങ്ങനെ പറയും? ഞാൻ വിഡ്ഢി ക്രിസ്ത്യാനിയും കുശുമാണ്ടങ്ങളെ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളായി ജീവിക്കാതെ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി സുഡാപ്പികൾ ഇറക്കി വിടുന്ന ഈ തക്കിയകളിൽ നിങ്ങൾ പോയി അടിമകളാക്കാതെ, വിവരക്കേട് പറയാതെ. ഇത് ഞാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ കിടക്കുന്ന ഡയമണ്ട് മോതിരമെന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ ഇത് സ്വർണത്തിൽ കവർ ചെയ്തിരിക്കുന്ന 18 ക്യാരറ്റ് സ്വർണത്തിനകത്ത് കവർ ചെയ്തിരിക്കുന്ന ഡയമണ്ട് ആണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഡയമണ്ട് മോതിരം എന്നല്ലേ പറയുന്നത്? ഇതുപോലെ തന്നെയാണ് സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വർണ്ണ കിരീടത്തിനകത്ത് എത്ര പവൻ സ്വർണം അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം ക്രിസ്ത്യാനി നോക്കിയാൽ മതി. അല്ലാതെ ഭിക്ഷ കിട്ടുന്നിടത്ത് പൊരിച്ചമീൻ ചോദിക്കുന്ന വിവരക്കേട് ക്രിസ്ത്യാനി കാണിക്കരുത്. വല്ല ചെറ്റകളും വല്ല വിവരം കെട്ടവന്മാരും വല്ല കൗൺസറും, ആ പള്ളിയിലെ കൗൺസർ എങ്ങാണ്ട് അന്തം കൊങ്ങിയായിരിക്കുന്ന ഏതോ ഒരു കൗൺസർ അവിടെ ഉണ്ടായിരുന്നവള് പോയി അളക്കാൻ പറഞ്ഞു പോലും. നാണവും മാനവും ഇല്ലേ ക്രിസ്ത്യാനി നിനക്കൊക്കെ? നാണം കെട്ടവന്മാരെ നീയൊക്കെ നടക്കുന്നു പള്ളിയിൽ വെച്ച് ഒരുത്തൻ ഒരു സംഭാവന കൊണ്ട് തന്നു അല്ലേ, അത് സ്വർണ്ണക്കിരീടമാണെന്ന് തന്നു കഴിഞ്ഞാൽ ആ സ്വർണത്തിനകത്ത് അത് എത്ര പവൻ സ്വർണം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാ വിഷയം. അല്ലാതെ നിനക്കൊക്കെ തനിത്തങ്കമായിട്ട് 2.5 കിലോയും 3.5 കിലോയ്ക്ക് തത്തും സ്വർണം തന്നാലേ നീയൊക്കെ വാങ്ങിക്കത്തുള്ളോ? വിവരം കെട്ട വർഗ്ഗങ്ങള്, നാണവും മാനവും ഇല്ലാത്ത ഉളുപ്പും കെട്ട വർഗ്ഗങ്ങള്. ആ സുരേഷ് ഗോപി ഒരു ഹിന്ദു ആയിരുന്ന മനുഷ്യനായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു സ്വർണ്ണക്കിരീടം ദാനം ചെയ്തുവെങ്കിൽ ആ സഭയിലുള്ള ആ വിശ്വാസികളും ആ സഭയിലുള്ളവരും പോലും പറയണമായിരുന്നു, ഞങ്ങൾക്കില്ലാത്ത തെണ്ണം നിനക്കൊക്കെ എന്തിനാടാ? സുരേഷ് ഗോപി സ്വർണത്തിൽ ചെമ്പിൽ തന്നെയായി ഇപ്പൊ സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയാൽ തന്നെ നിനക്കൊക്കെ എന്നെ വല്ല കുഴപ്പമുണ്ടോ? ഞങ്ങളുടെ പള്ളികളിൽ ഇരിക്കുന്ന പല കൊടിമരങ്ങളും സ്വർണം പൂശിയത് തന്നെയാണ്. പള്ളികളിൽ ഇരിക്കുന്ന പല സ്വർണ്ണ കുരിശെന്ന് പറയുന്ന സാധനവും സ്വർണം പൂശിയത് തന്നെയായിരിക്കണം. അല്ലാതെ ഒരിക്കലും 3.5 കിലോയും 4 കിലോയും സ്വർണം കൊണ്ടുവന്ന് പണിഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നുമല്ല.
ഇനിയെങ്കിലും ഈ വിവരക്കേട് പറയുന്നതിനകത്തൊക്കെ അല്പം ഉളുപ്പ് വേണം ക്രിസ്ത്യാനി, ഉളുപ്പ് വേണം. നിങ്ങളെയൊക്കെ വഞ്ചിക്കാനും പറ്റിക്കാനും നിങ്ങളെയൊക്കെ മന്ദബുദ്ധികളാക്കി മാറ്റാനുമെല്ലാം ഈ സുഡാപ്പി വർഗത്തിന് കഴിയുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാ. കാരണം കേവലം അതുകൊണ്ട് എന്റെ കമന്റിൽ പലപ്പോഴും ചോദിക്കുന്ന നീ ക്രിസ്ത്യാനിയാണോ? കാരണം ക്രിസ്ത്യാനിയെ കണ്ടുവച്ചിരിക്കുന്ന എന്താണ്? നൈറ്റി ഇട്ട് പ്രതികരണശേഷിയില്ലാത്ത നട്ടലില്ലാത്തവന്മാരായിട്ടാണ് ഈ സുഡാപ്പി വർഗ്ഗങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത്. അന്തം കമ്മികളും അന്തം കൊങ്ങികളും സുഡാപ്പി വർഗ്ഗങ്ങളെല്ലാം ക്രിസ്ത്യാനിയെ കണ്ടുവച്ചിരിക്കുന്നത് എന്തുവാ? കേവലം നട്ടലില്ലാത്തവന്മാരായിട്ട് കണ്ടുവച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവന്മാര് ചോദിക്കുന്ന ചോദ്യം, നീ എന്തുവാ ക്രിസ്ത്യാനിയാണോ എന്ന്. കാരണം നട്ടലുള്ളവരെ കണ്ടപ്പോഴത്തേക്ക് അവന്മാർക്ക് കണ്ണ് മഞ്ഞളിക്കുവാ. ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനി ഉണ്ടോ? ഇങ്ങനെയൊക്കെ പ്രതികരിക്കുവോ? നമ്മൾ ഇത്രയും കാലം പ്രതികരിക്കാത്ത നട്ടല് വളഞ്ഞു നിൽക്കുന്ന നൈറ്റ് ഔട്ട് നടക്കുന്ന ക്രിസ്ത്യാനിയെ കണ്ടിട്ടുള്ളൂ. ഇതെന്താ ക്രിസ്ത്യാനി പുതിയ മോഡലിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുരേഷ് ഗോപിയുടെ പേരില് നിന്നെയൊക്കെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ഈ വൃത്തികെട്ടവന്മാരെ തിരിച്ചറിഞ്ഞ് ഇവന്മാർ നടത്തുന്നത് ജിഹാദിസമാണ്. ഇവന്മാർ നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ BJP വന്നാൽ നാട് BJPയുടെ കയ്യിലോട്ടോ പോകുമെന്നോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ഭരണത്തിനകത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ കേരളത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ തീവ്രവാദം നടക്കാതെ പോകുമോ എന്നുള്ള ഭയപ്പാടില് അത് ഒഴിവാക്കാൻ വേണ്ടി കള്ളപ്രചരണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ക്രിസ്ത്യാനിക്ക് അറിയത്തില്ലേ? ക്രിസ്ത്യാനി, വിവരം കെട്ട ക്രിസ്ത്യാനി, നിന്റെയൊക്കെ പള്ളിയിലുള്ള കുരിശാകട്ടെ, സ്വർണത്തിലുണ്ടായ കൊടിമരമാകട്ടെ, സ്വർണത്തിലുണ്ടായ ഏത് സാധനമാകട്ടെ, 5-6 കിലോയ്ക്ക് പണിയുമോ നിങ്ങളൊക്കെ സ്വർണം കൊടുത്ത്? ഞാൻ അറിയാണ്ട് ചോദിക്കുക, ഏത് സ്വർണത്തിൽ പണിത സാധനമാണ്? കുറച്ച് പകിട്ടോ ചെറിയൊരു മോതിരം ഇടുന്ന കണക്കല്ലല്ലോ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുക എന്ന് പറയുന്നത്. ചെറിയൊരു മോതിരം കൊടുക്കുന്ന കണക്കാണോ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുക? അല്ലെങ്കിൽ ചെറിയൊരു വളയും ബ്രേസ്ലെറ്റും കൊടുക്കുന്ന കണക്കാണോ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കുക എന്ന് പറയുന്നത്? അപ്പോൾ ഒരു സ്വർണ്ണ കിരീടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണ കിരീടത്തിന് അത്രത്തോളം വെയിറ്റ് കാണണം. ആ വെയിറ്റിനനുസരിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ ആ പവനനുസരിച്ച് അത് നിൽക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് ചെമ്പും കലർത്തിയിരിക്കണം. അപ്പോൾ അങ്ങനെ ചെമ്പ് കലർത്തിയാൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? പിശയ്ക്ക് കിട്ടുന്നിടത്ത് പൊരിച്ചുമീൻ തിരക്കി നടക്കരുത്. അപ്പം തിന്നാ പോരെ, അതിന്റെ കുഴിയും കൂടി എണ്ണി എടുക്കണം. നാണവും മാനവും കേട്ട ക്രിസ്ത്യാനി ഇപ്പൊ ഇറങ്ങി നടക്കുകയാണ് പോലും. സുരേഷ് ഗോപി തന്ന സ്വർണ്ണക്കിരീടത്തിനകത്ത് എത്ര പവനുണ്ട്? നാണമില്ലേ ക്രിസ്ത്യാനിയെ? ഒരുത്തൻ സംഭാവനയായിട്ട് നിങ്ങളുടെ പള്ളിയിലേക്ക് തന്ന സാധനത്തിനെ എടുത്തുകൊണ്ട് പോയിട്ട് വല്ല സുഡാപ്പികളും പറഞ്ഞുണ്ടാക്കിയ പ്രചരണത്തിന്റെ പേരില് നാണം കെട്ടവന്മാരുടെ അടിവസ്ത്രവും കഴുകി കൊടുക്കുന്നവന്മാരായിട്ട് മാറാതെ ക്രിസ്ത്യാനിയെ നീയൊക്കെ ഇനിയെങ്കിലും നീയൊക്കെ നട്ടലുള്ളവന്മാരായിട്ട് ജീവിക്കാൻ പഠിക്കേ ക്രിസ്ത്യാനിയെ. നീ ഇനിയെങ്കിലും അച്ഛന്മാരോടാ ഞാൻ പറയുന്നത്, വിവരം കെട്ട അച്ഛന്മാരെ, നിന്നെയൊക്കെ ഇവന്മാർ ഇപ്പ വരപ്പിക്കും. ഇവന്മാര് കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയും. പൂനാറിൽ കയറി എന്തുവാ ഇവന്മാര് കാണിച്ചിട്ട് പോയത്? പൂനാറിൽ കയറിയിട്ട് ഇവന്മാർ കാണിച്ചിട്ട് പോയപ്പോ നിങ്ങളിപ്പോ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ സഹോദരന്മാരെ ഇനിമേലിൽ ഇങ്ങനെ കാണിക്കരുത് കേട്ടോ, കേസൊന്നുമില്ലെന്നൊക്കെ നീയൊക്കെ ഒത്തുതീർപ്പാക്കി ഉണ്ടാക്കിക്കൊണ്ട് പോയല്ലോ. എടാ, നിന്റെയൊക്കെ ക്രിസ്ത്യാനി വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും പിള്ളേർ കയറി ഇവന്മാരുടെ മസ്ജിദുകളിൽ കയറി ഇമാതിരി തെമ്മാടിത്തം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരുടെയും ആദരാഞ്ജലികൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അച്ഛന്മാരെന്തേനെ കുർബാന ഇട്ടേനെ വീടുകളില്. കാരണം കുഞ്ഞുങ്ങളെല്ലാം മയ്യപ്പെട്ടിക്കകത്ത് കയറിയിരുന്നേനെ. സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നതുപോലെ വെറ്റുങ്ങളെല്ലാം അടിച്ചു അണ്ടനും അടകോടനെയും വരുന്ന ചെമ്മാനും ചെരുപ്പ് കുത്തിയൊക്കെ അടിച്ചു തീർക്കുന്നത് പോലെ ഇവന്മാരെന്ത് ചെയ്തതിനെ അടിച്ചു തീർത്തേനെയൊക്കെ നിന്റെയൊക്കെ മക്കളാ പോയിട്ട് എന്ത് ചെയ്തത്? ഇവന്റെയൊക്കെ മസ്ജിദുകളിൽ മുമ്പിൽ പോയി തെമ്മാടിത്തരവും ചെറ്റത്തരവും കാണിച്ചതെങ്കിൽ. അപ്പം ഇതെല്ലാം ക്രിസ്ത്യാനി നിന്നെയൊക്കെ പഠിച്ചു വെച്ചിട്ടാ, നീ ഒന്നും പ്രതികരിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറയുന്നത് കേട്ടായിരുന്നു. ആ അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയാമോ? ആ അച്ഛൻ പറയുകയായിരുന്നു, ഇവിടെ ഉള്ള കുണുവാവകൾക്ക് കുറച്ച് വിചാരമുണ്ട്. ഇവിടുത്തെ കുണുവാവകൾ ചിന്തിക്കുന്നത് ക്രിസ്ത്യാനിക്ക് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ക്രിസ്ത്യാനി പ്രതികരിച്ചാൽ ഞങ്ങൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ സുഡാപ്പികളുടെ ഒരു രീതിയുണ്ട്, ഒരു ഭയങ്കര, അതായത് ഇവന്മാരൊരു ക്രൂക്കട്ട് മൈൻഡാണ്. നിങ്ങൾ ഇവന്മാരെ മനസ്സിലാക്കുക ക്രിസ്ത്യാനിയെ, ഇവന്മാരെ മനസ്സിലാക്കുക ഹിന്ദുക്കളെ. ഇവന്മാർ ഭയങ്കര ബുദ്ധിപരമായിട്ട് ക്രൂക്കറ്റ് മൈൻഡോടുകൂടി ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ആ വീഡിയോ എടുത്തിട്ട് ഇതിപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, അങ്ങനെ നിങ്ങൾ തിരിച്ചു പ്രതികരിക്കുമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഈ സുഡാപ്പികൾ പ്രചരിപ്പിക്കുക അതെടുത്തിട്ട്, അച്ഛൻ അങ്ങനെ തിരിച്ചു പ്രതികരിക്കുമെന്ന് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് അച്ഛാ. എടാ, നിന്നെ എവിടെ ആരടാ വിളിച്ച സുഡാപ്പികളെ? അച്ഛന്മാര് ക്രിസ്ത്യാനികളുടെ കാര്യം തിരക്കാൻ നീയൊക്കെ ആരാടാ? ക്രിസ്ത്യൻ പള്ളികൾ സപ്പോർട്ട് കൊടുക്കാനും ക്രിസ്ത്യൻ പള്ളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനും ക്രിസ്ത്യൻ പള്ളികളെ സംരക്ഷിക്കാനും നിന്നെയൊക്കെ ആരാ ഏൽപ്പിച്ചത്?
അച്ഛന്മാർക്ക് നട്ടലില്ലാത്തത് കൊണ്ട് ആ സുഡാപ്പികൾ കയറി ക്രിസ്ത്യൻ പള്ളിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. മുസ്ലിം ലീഗിന്റെ കയ്യിൽ കൊടുത്തിരിക്കുക ക്രിസ്ത്യൻ പള്ളിയുടെ സംരക്ഷണം. നാണവും മാനവും ഇല്ലേ അച്ഛന്മാരെ? നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണവും പ്രൊട്ടക്ഷനും കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമില്ലെങ്കിൽ നിങ്ങൾ ആ നൈറ്റി മൂടിയിട്ടിട്ട് പോയി എന്ത് ചെയ്യണം? വേറെ വല്ല പണിക്കും പോണം. പറഞ്ഞ മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ക്രിസ്ത്യാനികൾ, അല്ലാതെ വല്ല സുഡാപ്പികളും കയറി വന്നിട്ട് ഞങ്ങൾ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്കും നിർത്തടാ, പോടാ, പോയി നിന്റെ മസ്ജിദിലുള്ളവന്മാരുടെ അടുത്ത് പോയി സംരക്ഷണം കൊടുക്കാൻ നോക്കടാ. ഇവിടെ ഞങ്ങൾക്കറിയാം എന്താണെന്നറിയോ. എന്തോ ഇവന്മാർ വരുത്തി തീർക്കുക. അച്ഛൻ പറഞ്ഞത് സുഡാപ്പികളെയാ പറഞ്ഞത്. സുഡാപ്പികളെ നിന്റെയൊക്കെ തെമ്മാടിത്തരം ചെറ്റത്തരവും ഇനി പള്ളികളിൽ കയറി കാണിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ തിരിച്ച് ഞങ്ങൾ കണ്ടം വഴിക്ക് ഓടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അത് കൊണ്ടുപോയി ഇവന്മാർ എന്ത് ചെയ്യുന്നറിയാവോ? അത് എഡിറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് ആരുടെ തലയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്? സംഘപരിവാർ ഞങ്ങളെ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവന്മാർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയിട്ട് ആ വീഡിയോയ്ക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അച്ഛാ, ഞങ്ങൾ കൂടെ നിൽക്കാം. പിന്നെ സുഡാപ്പിയുടെ സപ്പോർട്ട് ഇവിടെ ആർക്ക് വേണം? ഇവിടെ അടിയിൽ കൂടി കാലുവാരി ഏത് നേരവും ക്രിസ്ത്യാനിയെയും യഹൂദനെയും കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണമെന്നും ക്രിസ്ത്യാനിയും യഹൂദനെയും ആത്മമിത്രമാക്കരുതെന്നും അവരെ കൈകാലുകൾ എതിർദിശയിൽ വെച്ച് വെട്ടിക്കളയണമെന്നും ഈ ഭൂമുഖത്ത് മുഴുവനും ഇസ്ലാം മതം മാത്രം ഉണ്ടാക്കണമെന്നും അലഞ്ഞു കിടക്കുന്ന വൃത്തികെട്ടവന്മാർ വന്നിരിക്കും ക്രിസ്ത്യാനിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ തക്കീയാണ്, അത് തന്നെയാണ് വ്യാജം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പിശാച് ബോഷ്കിന്റെ അപ്പനും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവന്മാർ ബോഷ്കിന്റെ അപ്പനും എന്ന് കർത്താവ് തന്നെ മുന്നേ പറഞ്ഞു കഴിഞ്ഞു. ആ ബോഷ്ക്ക് നിറഞ്ഞ് ഈ വൃത്തികെട്ട വർഗമാ വരുന്നത് ക്രിസ്ത്യാനിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. നാണവും മാനവും ഇല്ലേ ക്രിസ്ത്യാനിയെ? നട്ടല്ലുള്ളവന്മാരായിട്ട് ഇനിയെങ്കിലും ജീവിക്കുക. മനസ്സിലായോ? ഞാൻ കമന്റ് മാറ്റിയിട്ടിട്ടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കമന്റിന് ഞാൻ പിന്നെ ഇപ്പോഴൊന്നും നിന്റെ ഒന്നും കമന്റിന് മറുപടി തന്നാലുണ്ടല്ലോ കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാണവും മാനവും ഇല്ലാത്ത നട്ടലില്ലാത്ത ക്രിസ്ത്യാനിയെ ഇനിയെങ്കിലും തലച്ചോറുണര്. ഇവിടെ ഇന്നലെ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ, തീവ്രവാദി ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുകയാണ് ഇസ്രായേലിനെ കൂട്ടം കൂടി. ഇന്ന് യഹൂദന്റെ നെഞ്ചത്ത് കയറിയവൻ നാളെ ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്ത് കയറും. മാറിയും തിരിഞ്ഞും ക്രിസ്ത്യാനിയും യഹൂദനെയും നെഞ്ചത്ത് കയറി നിരങ്ങിക്കൊണ്ടിരിക്കുക. അവസാനം ഹിന്ദുവിന്റെ തലയ്ക്കകത്തും കയറും. കാരണം വെച്ചാലേ ഇവന്റെ തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാഫറുകളെ കണ്ടടത്ത് വെച്ച് വെട്ടണമെന്ന് പറഞ്ഞിട്ടാ. ഹിന്ദുക്കളെയും യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും മുച്ചൂട് ഭൂമിയിൽ നിന്ന് മുടിച്ചു കളയണമെന്ന് പറഞ്ഞാ. അത് ബുദ്ധമതക്കാരും ഉണ്ട്, സിഖ് മതക്കാരുമുണ്ട്, പാർസികളുമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവർക്ക് ഏറ്റവും വലിയ തലപ്പത്ത് നിൽക്കുന്ന പ്രശ്നമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ യഹൂദനും ക്രിസ്ത്യാനിയും ഹിന്ദുവുമേ ഉള്ളൂ. ഇവരെ മൂന്നുപേരെയും തീർത്തു കഴിഞ്ഞാൽ മറ്റവരെയൊക്കെ വേഗത്തിൽ ഇവർക്ക് തീർക്കാൻ പറ്റുമെന്ന് നല്ല വൃത്തിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഹിന്ദുത്വത്തിനെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയണമെന്ന് ഹാലിത്തു മഷാൽ വന്നിട്ട് ഇവന്മാർക്ക് ആഹ്വാനം കൊടുത്തത്. ഇന്തിഫാദ എന്ന് പറയുന്ന ഒരു സാധനം. ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്? കലാപം അഴിച്ചുവിടുക, അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ് ഇന്തിഫാദ കൊണ്ടുള്ള അർത്ഥമാക്കുന്നത്. അതായത് ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെ തന്നെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയുക എന്നുള്ള അർത്ഥമാണ് ഇന്തിഫാദ എന്നുള്ള പേര് കൊണ്ട് അവന്മാർ അർത്ഥമാക്കുന്നത്. നാണംകെട്ട ക്രിസ്ത്യാനിയെ, നീ ക്രിസ്ത്യാനിയായും ഹിന്ദുവുമായിട്ടും ഇരിക്കുന്ന നിന്റെ രാജ്യത്ത്, നിന്റെ രാഷ്ട്രത്ത് ഇസ്ലാമിക തീവ്രവാദികൾ തീരുമാനമെടുക്കുകയാണ് ഞങ്ങൾ എന്തു പേര് കൊടുക്കണം കലാലയങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ട്. കലാലയങ്ങളിൽ ഇവന്മാരാണ് പേര് കൊടുക്കുന്നത്, കലാലയങ്ങളിൽ ഇവന്മാരാണ് തീരുമാനമെടുക്കുന്നത്. എന്താ ക്രിസ്ത്യാനി നട്ടലുള്ളവന്മാരില്ലേ അവിടെ? ക്രിസ്ത്യാനി നട്ടലുള്ളവന്മാരില്ലേ? ഹിന്ദു ഇപ്പോഴാണ് അത് പേര് മാറ്റിപ്പോലെ. പേര് മാറ്റണമെങ്കിൽ പേരിടാനും ഇവന്മാർക്ക് ഇത്രയും ചങ്കൂച്ച എവിടെ നിന്ന് കിട്ടി? ഇന്തിഫാദ എന്നുള്ള പേര് ഇവന്മാർക്ക് കേരള കലോത്സവ യൂണിവേഴ്സിറ്റികളിൽ കൊടുക്കാൻ ഇവന്മാർക്ക് എവിടുന്ന് അധികാരം കിട്ടി? എവിടുന്നാണ് ഇവന്മാർക്ക് ആ ഒരു ചങ്കൂച്ചം കിട്ടിയത്? ഞങ്ങൾക്ക് ഇങ്ങനെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവന്മാർക്ക് മനസ്സിലായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളം അവന്മാരുടെ കൈക്കീഴിലാണ്. അവന്മാര് വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തെ അവന്മാർക്ക് ഇട്ടാ വരപ്പിക്കാം എന്നുള്ളത് അവന്മാർക്ക് തന്നെ മനസ്സിലായത് കൊണ്ടല്ല. അതിന് ഒത്താശ ചെയ്യുന്ന പാർട്ടികളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എന്ന് പറയുന്നത്. ഇനിയെങ്കിലും ക്രിസ്ത്യാനി നീ തലച്ചോന്ന് ഉണര്. ഈ നാട്ടിൽ ഇന്നലെ ഹിസ്ബുള്ള തീവ്രവാദികൾ കൊന്നൊടുക്കിയ മാക്സ്വെൽ എന്ന് പറയുന്ന സഹോദരൻ തീവ്രവാദികളുടെ ആക്രമണത്തിനാണ് കൊന്നത്. ആരെങ്കിലും കേരള തെരുവുകളിൽ ഒന്ന് ഇറങ്ങിയോ? ആ സഹോദരന് വേണ്ടി ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്, അനുശോചനം പ്രകടിപ്പിക്കുകയാണ്. ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ള തീവ്രവാദികളും നടത്തിയ ആക്രമണത്തിലാണ് ഈ പാവ സഹോദരൻ കൊല്ലപ്പെട്ടതെന്ന് ഏതെങ്കിലും ഒരുത്തിന് നട്ടലുള്ളൊരു കോൺഗ്രസ് പാർട്ടിക്കോ നട്ടലുള്ള ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ പറ്റുമോ? അപ്പം നിങ്ങളെ കണ്ടുവച്ചിരിക്കുന്ന കേവലം കോവർ കഴുതകളായിട്ടാണ് ക്രിസ്ത്യാനിയും ഹിന്ദുവും എന്ന് പറയുന്ന വിവരദോഷികളെ ഇന്നെയൊക്കെ കണ്ടുവച്ചിരിക്കുന്ന ഇവന്മാരെന്നിട്ട് ആധിപത്യം സ്ഥാപിക്കുകയാണ്.
ഇവന്മാരിവിടെ പലസ്തീനിലെ തീവ്രവാദികൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കയറി ബലാത്സംഗം ചെയ്താലും പോരാട്ടം എന്ന് പറഞ്ഞ് നാട്ടിൽ അന്തം കൊങ്ങികളും അന്തം കമ്മികളും ഇറങ്ങി നടക്കും. കോൺഗ്രസിന്റെ മറവിലും കമ്മ്യൂണിസ്റ്റിന്റെ മറവിലും തീവ്രവാദം വളർന്നു പോയാൽ അതൊക്കെ നിന്റെയൊക്കെ മക്കൾക്ക് അപകടമാകത്തില്ലേ? നിന്റെയൊക്കെ നീയൊക്കെ ആണുങ്ങളായിരിക്കുന്ന നീയൊക്കെ അവന്മാർക്ക് എന്താ പറയുന്ന വെല്ലപ്പ് കൂടി എന്ത് ചെയ്ത് എണ്ണപ്രയോഗം നടത്തിയാൽ മതി, ആണുങ്ങളായിരിക്കും നിങ്ങൾ എടുത്തോണ്ട് പോയാ. പക്ഷെ നിന്റെയൊക്കെ വീട്ടിൽ കിടക്കുന്ന അമ്മമാരില്ലേ, പെങ്ങന്മാരില്ലേ, അനിയത്തിമാരില്ലേ? ഇവന്മാര് ഭൂരിപക്ഷമാകുന്നിടത്തിൽ നിന്റെയൊക്കെ പെങ്ങന്മാരും അമ്മമാരും അനിയത്തിമാരും ഇവന്മാരുടെ കാഴ്ചപ്പാടിൽ കേവലം ഹൂറികളെക്കാളും കഷ്ടമാണ്. ഇവന്റെയൊക്കെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെയൊക്കെ ഭാര്യയും അമ്മയും മക്കളും എല്ലാം ഇവന്റെയൊക്കെ അപ്പിക്കുപ്പായത്തിനകത്തും ഇവന്റെയൊക്കെ നിയമത്തിന്റെ അജണ്ടയ്ക്കകത്തും കിടക്കേണ്ട ഗതികേടുണ്ടാകും. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സൗദിയിൽ പോയിട്ട് ഒരു ഹിന്ദു പെങ്കൊച്ചിന് പോലും സൗദിയിൽ പോയാൽ അവന്റെ അപ്പിക്കുപ്പായത്തിൽ നടക്കേണ്ട ഗതികേട് വരുന്നത്. അവന്റെ മതചിന്തകളും മത നിയമവും അവിടെ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഹിന്ദുവിന് ഹിന്ദുവായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഒരുത്തനായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവന്മാരെ ബുദ്ധിപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കുക ക്രിസ്ത്യാനി. ഇനിയെങ്കിലും എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ? അപകടം വലുതാണ്. നിങ്ങൾ അപകടം തിരിച്ചറിയുന്നില്ല. ഇവന്മാർ കുറേശ്ശെ മതസൗഹാർദ്ദം മതസ്നേഹവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇടയിലേക്ക് കേറി നുഴഞ്ഞു കയറി വരുന്ന എന്തിനാണെന്നറിയാമോ? ഇവന്മാർക്ക് മൊത്തത്തിൽ ഇന്ത്യയെ സ്വന്തമാക്കണം. മൊത്തത്തിൽ ഇവന്മാർക്ക് ഈ കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കണം. നമ്മന്റെ ആൾക്കാരാണ് കേരളത്തിൽ എല്ലാ കാര്യവും തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കണം. SFIയുടെ മറവിൽ ഇപ്പോൾ കയറി നിരങ്ങുന്നതാരാ? പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാ. ഇന്ത്യ തീവ്രവാദ സംഘടനയെന്ന് പറഞ്ഞ് നിരോധിച്ച് പോപ്പുലർ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അരിയും മലരും വാങ്ങിച്ചു വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർന്ന് പച്ചയ്ക്ക് പറഞ്ഞു, എടാ ക്രിസ്ത്യാനിയെ, എടാ ഹിന്ദുവേ, നിന്നെയൊക്കെ വകവരുത്താനുള്ള കാലന്മാരാടാ ഞങ്ങളെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞവന്മാർ ഇപ്പൊ കയറി ഒളിഞ്ഞിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? പോപ്പുലർ ഫ്രണ്ട് SFIയുടെ മറവിൽ കയറിയിരിക്കുകയാണ്, KSUയുടെ മറവിൽ കയറിയിരിക്കുകയാണ്, കോൺഗ്രസിനകത്ത് കയറിയിരിക്കുകയാണ്, കമ്മ്യൂണിസ്റ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഇവന്മാര് ഈ തീവ്രവാദികൾ ഇതിനകത്ത് കയറിയിരുന്ന അഴിഞ്ഞാട്ടത്തിന്റെ ചിത്രമാണ് അമൽജ്യോതി കോളേജിനകത്ത്. ക്രിസ്ത്യാനിയുടെ അമൽജ്യോതി കോളേജിനകത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തെങ്കിൽ അവളുടെ ആത്മഹത്യാ വിവരണം എന്ന് പറയുന്നത് അത് കേസെടുക്കേണ്ടത് പോലീസാണ്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് പോലീസാണ്. അത് എങ്ങനെയാണ്, ആത്മഹത്യയാണോ കൊലപാതകമാണോ വേറെന്തെങ്കിലും ആണോ എന്ന് ആ വഴിക്കാ പോകേണ്ടത്. പക്ഷെ തീവ്രവാദികൾ കൂട്ടമായിട്ട് ബസ്സിൽ കയറി വന്നിട്ട് അതൊരു ക്രിസ്തീയ സ്ഥാപനമായെന്ന് കണ്ടപ്പോഴത്തേക്കും ഇവന്മാർ SFIയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് അവിടെ കയറി അഴിഞ്ഞാടിക്കൊണ്ട് പോയത്. എന്നിട്ടും ക്രിസ്ത്യാനി നിന്റെ കണ്ണൊന്നും ഉണർന്നില്ലേ? എന്നിട്ടും കള്ള ക്രിസ്ത്യാനികളെ നിന്റെയൊക്കെ കണ്ണുകൾക്കും നിന്റെയൊക്കെ തലച്ചോറുമൊന്നും ഉണർന്നില്ലേ? ഇവന്മാർ എത്രത്തോളം നിന്റെയൊക്കെ പള്ളികളിലും നിന്റെയൊക്കെ സ്കൂൾ സ്ഥാപനങ്ങളിലും നിന്റെയൊക്കെ വീടുകളിലും വേണമെങ്കിൽ കയറി ഇറങ്ങി ഞരങ്ങും ഇവന്മാര്. അത്രത്തോളം അവന്മാർ വളർന്നു കഴിഞ്ഞു. കാരണം അവന്മാർക്ക് ഇന്ന് പാർട്ടി പ്രീണനമുണ്ട്. അവന്മാർ എന്ത് ചെറ്റത്തരം കാണിച്ചാലും ആ ചെറ്റത്തരത്തെ വോട്ട് ബാങ്കിന് വേണ്ടി കൂട്ടുനിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറയുന്നത്. കാരണം അവർക്കറിയാം ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഭൂരിപക്ഷം വന്നിരിക്കുന്നത് ആരാണ്? ഈ സുഡാപ്പികളാണ്, ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ് കേരളത്തിൽ ഭൂരിപക്ഷം എന്നുള്ളത് അവന്മാർക്ക് വ്യക്തമായിട്ടറിയാം. രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം. കേരളത്തിൽ നിങ്ങൾ സെൻസസ് എടുത്തായിരുന്നോ? കേരളത്തിൽ വല്ല സെൻസസും നിങ്ങൾ എടുത്തായിരുന്നോ? കേരളത്തിൽ ഒരു സെൻസസും എടുത്തിട്ടില്ല. കേരളത്തിൽ 2011 എടുത്ത സെൻസസ്, അതിനുശേഷം കേരളത്തിൽ സെൻസസ് എടുത്തിട്ടില്ല. നിന്റെയൊക്കെ വീട്ടിൽ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പ്രസവിച്ചിട്ടാൽ എത്ര എണ്ണത്തെ പ്രസവിച്ചിടും? കൂടിപ്പോയാ 2 എണ്ണത്തെ പ്രസവിച്ചിടും. ഹിന്ദുവിന്റെ വീട്ടിൽ പ്രസവിച്ചിട്ടാൽ എത്ര എണ്ണത്തെ കൂടി പ്രസവിച്ചിടും? 2 എണ്ണത്തെ കൂടി. ഇപ്പൊ 2 ഇല്ല, 1 പ്രസവിച്ചിടുകയാണ്. ഇതിനിടയിൽ ഏറ്റവും കൂടുതലും വന്ധീകരണം ആർക്കാണ്? ക്രിസ്ത്യൻ സ്ത്രീകൾക്കും ഹിന്ദുക്കൾക്കുമാണ് മച്ചിയായിട്ട് ജീവിക്കുന്നത്, മക്കളില്ലാതെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാ? ഈ ഹലാൽ ഫുഡുകളിനകത്തെല്ലാം കിട്ടിയ വിഷവും ഇതുമെല്ലാം നീയൊക്കെ വാങ്ങിച്ച് നല്ല വൃത്തിയാണം വയറ്റുമുട്ട തിന്നപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ഇവന്മാര് ചിരിച്ചും സുഖിപ്പിച്ചും കൊണ്ട് തരുന്ന ഭക്ഷണത്തിനകത്തും ഉണ്ടായിരുന്നു പലതരത്തിലുള്ള വിഷവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ലണ്ടനില് 180 പേര് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കി. എന്തിനാണെന്നറിയാവോ? മലം തീറ്റിച്ചതിന്റെ പേരിലാ. ക്രിസ്ത്യാനികളെ മലം തീറ്റിക്കുക ഇവന്മാര് ഹോട്ടലുകൾ നടത്തിയിട്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ ഇവന്മാരുടെ ഹോട്ടലുകളിനകത്ത് ഇവന്മാർ എന്താഹാരമാണ് നിങ്ങൾക്ക് പുഴുങ്ങി തിന്നാൻ തരുന്നതെന്ന് പറഞ്ഞിട്ട്? വിവരദോഷിയെ മതസൗഹാർദ്ദം മൂത്ത് ഇവന്മാർ തരുന്ന മന്തിയും ഇവന്മാർ തരുന്ന ചിക്കനും ഇവന്മാർ തരുന്ന ഷവർമയും ഇതെല്ലാം കയറി അണ്ണാക്കിലോട്ട് ടേസ്റ്റോടുകൂടി വിഴുങ്ങാനായിട്ട് നീയൊക്കെ കയറി ഇറങ്ങി നിറങ്ങുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിനകത്ത് അവന്മാർ തുപ്പിത്തരുന്നതും അതിനകത്ത് അവന്മാർ തൂറിത്തരുന്നതും അതിനകത്ത് മൂത്രമൊഴിച്ചു തരുന്നതും നീയൊന്നും അടങ്ങുന്നില്ല.
ഒരു ശതമാനം കണ്ടന്റ് ആണെങ്കിൽ പോലും കണ്ടവന്റെ ഉച്ചിഷ്ടം തന്നെയുണ്ട് ഗതികേടല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഹലാൽ ഹോട്ടലല്ലാതെ എന്ത് ഹോട്ടലാണ് ഇന്ന് കേരളത്തിലുള്ളത്? എവിടെ നോക്കിയാലും നമ്മന്റെ ഹലാൽ മാത്രമേ ഉള്ളൂ കേരളത്തില്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ നോക്കിയാലും നമ്മന്റെ ഹലാൽ ഹോട്ടൽ മാത്രമേ ഉള്ളൂ. മതേതരം മൂത്ത കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടി അതിനെ അങ്ങ് പ്രോത്സാഹിപ്പിക്കുക, കയറി ഇറങ്ങി ഞരങ്ങി അങ്ങ് തിന്നുക. വല്ലവനും തുപ്പിത്തരുന്ന സാധനങ്ങൾ തുപ്പാതെ അവന്മാർക്ക് ഹലാലാകത്തില്ല. അവന്മാർ ആഹാരം തുപ്പാതെ നിങ്ങൾക്ക് അത് അവന്മാർക്ക് ഹലാലാകത്തില്ല. ആ ഭക്ഷണമാ നീയൊക്കെ പോയി കഴിക്കുന്ന. നാണവും മാനവും ഉണ്ടോ ക്രിസ്ത്യാനിയെ? നാണവും മാനവും ഉണ്ടോ ഹിന്ദുവെ നിനക്കൊക്കെ? സ്വന്തമായിട്ട് വീട്ടിൽ ആഹാരം വെച്ച് കഴിക്കുക. ഇവന്മാർ ഏതെല്ലാം തരത്തിൽ ജിഹാദുകളെ കൊണ്ടുവരാൻ പറ്റുമോ ഇതെല്ലാം കൊണ്ട്. മതം എന്ന് പറയുന്നത് എന്താണ്? മതം എന്ന് പറയുന്നത് അവനവന്റെ വിശ്വാസത്തെ അവനവൻ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പേരാണ് മതം എന്ന് പറയുന്നത്. അതാണ് അവന്റെ വിശ്വാസവും, അതാണ് അവന്റെ മതം എന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല. ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തെയും അവരുടെ വീടുകളിൽ പ്രാക്ടീസ് ചെയ്യും, അവരിൽ തന്നെ അവരുടെ വിശ്വാസത്തെ പ്രാക്ടീസ് ചെയ്യും. ഇതാണ് ഹിന്ദുവിന്റെ സ്വഭാവം. ക്രിസ്ത്യാനിയുടെ സ്വഭാവവും ഇത് തന്നെയാണ്. അവൻ അവന്റെ മതത്തെ അവനിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവന്റെ വീടുകളിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അവന്റെ പള്ളിയിലാണ് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാതെ തെരുവിൽ കൊണ്ട് നടക്കാറില്ല ക്രിസ്ത്യാനിയും എന്ന് പറയുന്നത്. പക്ഷെ നമ്മന്റെ മതക്കാർ അങ്ങനെയല്ല, തെരുവിൽ ഞങ്ങൾ കൊണ്ട് നടക്കും. നമ്മൾ സമൂഹത്തിൽ കെട്ടിപ്പടുത്തുകയാണ് മതത്തെ കൊണ്ടുവന്ന്. സമൂഹത്തിൽ എല്ലാ മേഖലകളിലും മതസൗഹാർദ്ദം എന്നുള്ള പേരിൽ നമ്മന്റെ മതത്തിൽപ്പെട്ടവന് മാത്രം ഔദാര്യവും ആനുകൂല്യവും കൊടുത്ത് അവനെ വളർത്തി വലുതാക്കുകയാണ്. നമ്മന്റെ മതത്തിൽപ്പെട്ടവൻ മാത്രം പഠിപ്പിച്ച തൂറാൻ എന്ന് പറയുന്ന പുസ്തകം മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. തൂറാൻ പുസ്തകം പഠിപ്പിക്കുന്നവന് സ്റ്റൈഫൻഡ് കിട്ടുക ഗവൺമെന്റിൽ നിന്ന്. എന്തേ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നവന് കിട്ടാത്തത്? എന്തേ ഭഗവത്ഗീത പഠിപ്പിക്കുന്നവനും രാമായണം പഠിപ്പിക്കുന്നവനും കിട്ടാത്തത്? തൂറാൻ എന്ന് പറയുന്ന പുസ്തകം മാത്രമേ ഉള്ളൂ വിശുദ്ധ ഗ്രന്ഥമോ? അത് പോൺ വീഡിയോയെക്കാളും കഷ്ടമായ പുസ്തകമായതുകൊണ്ടാണോ അവന് മാത്രം ഗവൺമെന്റ് പണം എണ്ണി കൊടുക്കുന്നേ? തൂറാൻ പുസ്തകം പഠിപ്പിക്കുന്ന മുസ്ലിയാർക്ക് മൊയ്ലിയാർക്ക് കൊടുക്കുന്നത് എന്താണ്? അവന്മാർക്ക് ഉസ്താദുമാർക്ക് കൊടുക്കുന്നത് പ്രത്യേക ആനുകൂല്യം. അവന്റെയൊക്കെ ഭാര്യമാര് പ്രസവിക്കാൻ പോയാൽ അതിന് പ്രത്യേക പണം. അവന്മാര് ക്ഷേമനിധിയിൽ അങ്ങോട്ട് ഒരു വിഹിതം അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവന്മാർക്ക് 2 മടങ്ങായിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് വീട് വെക്കുന്നതിന് വേണ്ടി വേറെ പണം, മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി വേറെ പണം. എന്തേ തൂറാൻ പഠിപ്പിക്കുന്നവന്മാർക്ക് മാത്രം ഇത്രമാത്രം ആനുകൂല്യം കൊടുക്കാനായിട്ട്? തൂറാൻ എന്ന് പറയുന്ന പുസ്തകം എന്താണ്? മുത്തുച്ചിപ്പി പുസ്തകം പഠിപ്പിക്കുന്നതിനോ? അപ്പം ഇതൊന്നും ചോദിക്കാൻ മതേതര കേരളത്തിലെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നട്ടലില്ലാന്ന് നല്ല വൃത്തിയാണ് അവിടെ ഭരണത്തിലിരിക്കുന്നവന്മാർക്കും. നിങ്ങളുടെയൊക്കെ പേരിലും മറവിലും കയറി ക്രിസ്ത്യാൻ നാമധാരികളായും ഹിന്ദു നാമധാരികളായും പലരും കയറി അതിനകത്ത് കയറി ഇരിപ്പുണ്ട് നേതാക്കന്മാരെന്നെല്ലാം. പക്ഷെ സുഡാപ്പികൾക്ക് കാല് കഴുകി കൊടുക്കുന്നവന്മാരെ, ചന്തി കഴുകി കൊടുക്കുന്നവന്മാരവന്മാരെല്ലാം. മനസ്സിലായോ? സുഡാപ്പികൾക്ക് ചന്തി കഴുകി കൊടുക്കുന്നവനാ സജി ചെറിയാനെന്ന് പറയുന്ന ഒരുത്തനില്ലേ, വെറും വിവരം കെട്ടവൻ. ഭരണഘടനയെ പോലും തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആ വൃത്തികെട്ടവൻ. അവന് ഭരണഘടനയെ തോട്ടിലെറിഞ്ഞുകൊണ്ട് അവന് ശരീരത്തെ നിയമം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സുഡാപ്പികൾക്ക് ചന്തിയും കഴുകി കൊടുക്കും. മനസ്സിലായോ? ഇങ്ങനെയുള്ള വിവരം കെട്ടവന്മാരാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാർ, ഈ സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കുഴലൂതി കൊടുക്കുന്നവന്മാര്. ഇനിയെങ്കിലും കണ്ണ് തുറക്ക് ക്രിസ്ത്യാനിയെ, ഇനിയെങ്കിലും കണ്ണ് തുറക്ക് ഹിന്ദുവേ. നിങ്ങൾ അടികൊണ്ട് കണ്ടം വഴി ഓടാൻ നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെയൊക്കെ മക്കൾ തെരുവിലിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടും. ഇസ്രായേലിൽ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടതുപോലെ നിന്റെയൊക്കെ മക്കളും നിന്റെയൊക്കെ ഭാര്യമാരും നിന്റെയൊക്കെ അമ്മമാരെയും പോലും ഇവന്മാര് വെറുതെ വിടത്തില്ല. ഇവിടെ വയസ്സായ സ്ത്രീകളെയാണ് അവന്മാര് ബന്ദികളാക്കി അവിടെ പിടിച്ചോണ്ട് പോയിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. എത്ര വയസ്സുള്ള സ്ത്രീകളെന്നറിയാമോ? 83ഉം 90ഉം വയസ്സുള്ള സ്ത്രീകളെ പിടിച്ചോണ്ട് പോയിട്ടാണ് ബലാത്സംഗത്തിന് ഹമാസ് തീവ്രവാദികൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തത്? അവിടെ ഇരയാക്കി കൊടുത്തത്. നാണവും മാനവുമില്ലേ? നിന്റെ വീട്ടിലും ഈ ഹമാസ് തീവ്രവാദികൾ പിടിച്ചോണ്ട് പോയിട്ട് അവിടെ കൊണ്ടുപോയി ബലാത്സംഗത്തിന് ഇരയാക്കി കൊടുത്ത് ആ പാവം പിടിച്ച അമ്മച്ചിമാരെയും വയസ്സായ തള്ളമാരെയും പോലെ നിങ്ങളുടെയും വീടുകളിൽ ഇല്ലേ വയസ്സായ അമ്മച്ചി? നിങ്ങൾക്ക് എന്തേ ഈ ബോധമുണരാത്ത? അവരെ കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മയായി തോന്നിയില്ല? അവരെ കാണുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളായി തോന്നിയില്ല? ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിലെ കുഞ്ഞുങ്ങളായി നിങ്ങൾക്ക് തോന്നിയില്ല? ആ തെമ്മാടികൾ അഴിഞ്ഞാടിക്കൊണ്ടുപോയ അഴിഞ്ഞാട്ടത്തെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റും എന്ത് ചെയ്യുകയാണ്? പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടി തെരുവിലിറങ്ങി എന്ത് ചെയ്യുകയാണ്? പോരാളികളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കൊണ്ട് തെരുവിലിറങ്ങുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താണ്? നാളെ കാലത്ത് നിന്റെ മോൾ പീഡിപ്പിക്കപ്പെട്ടാലും അത് പോരാട്ടമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതിന് പറയുന്നത് ഹോളി വാർ എന്നാണ് പറയുന്നത്, വിശുദ്ധ യുദ്ധം എന്നാണ് ഇവർ പറയുന്നത്. ഈ വിശുദ്ധ യുദ്ധത്തിന് മൗന അനുവാദം കൊടുക്കുകയാണ് കോൺഗ്രസും, മൗന അനുവാദം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റും എന്ന് പറയുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഇന്ത്യയിൽ ഇപ്രകാരം ഇവന്മാർ തീവ്രവാദ പ്രവർത്തനങ്ങളും ISSന്റെ ഭീകരതയും എല്ലാം വളർന്നിട്ട് കേരളം എന്ന് പറയുന്ന ഇസ്ലാമിക ഖിലാഫറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സകല തീവ്രവാദികളുടെയും ഒരു റിക്രൂട്ട് സെന്ററാണ് കേരളം എന്ന് പറയുന്നത്.
സ്ലീപ്പർ സെല്ലുകൾ അനേകം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മുൻ പിന്നെ സെൻകുമാറും പറഞ്ഞു, അതുപോലെ തന്നെ DGP ആയിരുന്ന ബെഹ്റയും ഈ കാര്യം പറഞ്ഞതാണ്. ഇവര് അവർ ഭരണം അതായത് ഇവര് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് പോലും ഇവർക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റിയോ? ഇവര് അവരുടെ പദവിയിലിരിക്കുമ്പോൾ ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു, തീവ്രവാദ സംഘടനകൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതലും തീവ്രവാദ സംഘടനകൾ ഉള്ളത് കേരളത്തിലാണെന്ന് വളരെ വ്യക്തമായി തന്നെ പദവിയിലിരിക്കുന്ന സമയത്ത് അറിയാവുന്നതാണ് DGP ബെഹ്റയ്ക്കും അതുപോലെ തന്നെ സെൻകുമാറിനൊക്കെ. പക്ഷെ ഇവർക്ക് പദവിയിലിരുന്നു കൊണ്ട് അതിനെ എടുത്തു കളയാൻ പറ്റിയോ? ആ സ്ലീപ്പർ സെല്ലുകളെ കണ്ടെത്താൻ പറ്റിയോ? എന്തുകൊണ്ടാ? മുകളിൽ നിന്നും അവർക്ക് ഓർഡറാ, അതിനെയൊന്നും തൊടാൻ പാടില്ല. കാരണം സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ വളരുന്നത് എന്തിനാണ്? ജിഹാദികളെ പാല് കൊടുത്ത് വളർത്തിക്കൊണ്ട് കേരളത്തെ എന്ത് ചെയ്യാനായിട്ട്? ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ക്രിസ്ത്യാനിയും ഹിന്ദുവും കണ്ടം വഴി ഓടേണ്ട ഗതികേട് വരുമ്പോൾ നീയൊക്കെ പഠിച്ചോളും. പച്ചയ്ക്ക് നിന്ന് നിന്നോടൊക്കെ അവന്മാര് പറഞ്ഞില്ലേ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കൊക്കെ ജീവിക്കാമെന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുക. നമ്മുടെ നാട്ടിനകത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്ത് ജനിച്ചു വളർന്ന നമ്മളോട് വന്ന് പറയുക, നീയൊക്കെ മര്യാദയ്ക്ക് ജീവിച്ചാൽ ഞങ്ങൾ ജീവിക്കാൻ അനുവാദം തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം നിന്റെയൊക്കെ കാലന്മാരായിട്ട് നിന്റെയൊക്കെ വീട്ടിൽ കുന്തിരിക്കം കത്തിക്കാനും നിന്റെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അരിയും മലരും വാങ്ങിച്ചു വെക്കാനും വെപ്പിക്കാനും ഞങ്ങൾക്കറിയാമെന്ന് പച്ചയ്ക്ക് നിങ്ങളോട് വിളിച്ചു പറഞ്ഞ സമൂഹത്തിന് ഇന്ന് അവന്മാർ തീഹാർ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ഭരണമാണ്. കേന്ദ്രം തക്ക സമയത്ത് ഈ തീവ്രവാദികളെ കണ്ടം വഴി ഓടിച്ചത് കൊണ്ടാണ് ഇന്ന് അവന്മാര് വായും പൊത്തിക്കൊണ്ടിരിക്കുന്നത്. അവന്മാര് നോക്കിയപ്പോഴത്തേക്കും പച്ചയ്ക്ക് മലയാളത്തിൽ പറഞ്ഞാലല്ലേ ഉള്ളു പ്രശ്നം, എന്നാൽ ഞങ്ങൾ അറബിക്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് അവന്മാര് പച്ചയ്ക്ക് എന്ത് ചെയ്തത്, പേരിട്ടത്. ഇന്തിഫാദ എന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യാനിക്ക് അറിഞ്ഞില്ല അല്ലേ? മതേതര ക്രിസ്ത്യാനിക്കും മതേതര ഹിന്ദുവിനും അറിഞ്ഞില്ല. അവൻ ഇന്തിഫാദ എന്ന അർത്ഥത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഇന്തിഫാദ എന്ന് പറയുന്ന അർത്ഥത്തിൽ അവൻ പറഞ്ഞത് ആക്രമണം അഴിച്ചു വിടുക, ഇവരെ ആഗോളപരമായിട്ട് ഇവരെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു തീവ്രവാദ ആഹ്വാനമാണ് ഇന്തിഫാദ എന്നുള്ള പദം കൊണ്ടവന്മാരാ. ഇത് പലസ്തീൻ തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. എന്തിനാണ് ഈ പലസ്തീൻ തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഈ തീവ്രവാദ ആഹ്വാനമായ ഇന്തിഫാദ എന്ന് പറയുന്നത്? കേരളത്തിൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമും പഠിക്കുന്ന കലാലയങ്ങളിൽ കൊണ്ടുപോയിമാർക്ക് ഈ പദം വെച്ച് എന്തേ കേരളം ഇവന്റെയൊക്കെ മുഹമ്മദ് കാമഭ്രാന്തന്റെ രാജ്യത്തിരിക്കുവാണോ? സൗദിയിലിരിക്കുവാണോ കേരളം? അതോ ഖത്തറിലിരിക്കുവാണോ കേരളം? ഇവന്മാർക്ക് ഈ ചങ്കൂറ്റം എവിടുന്നാ കിട്ടിയത്? നിങ്ങളുടെ മുമ്പിൽ നിങ്ങളടുത്ത് വന്ന് എന്നെ പച്ചയ്ക്ക് പറയാൻ ഇവന്മാർക്ക് ചങ്കൂറ്റം എന്താ കിട്ടിയത്? നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ട് പറയാൻ ഐ വിൽ കിൽ യു ടുമാറോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദി ചേട്ടാ എന്ന് പറയുന്നത് പോലെ ഇരിക്കുന്നു ക്രിസ്ത്യാനിയെ നിന്റെയൊക്കെ മുമ്പിഷത്ത് വന്നിട്ട് ഇവൻ ഇന്തിഫാദ എന്ന് പെട്ടപ്പോൾ കോടതി വരെ പോകേണ്ടി വന്നു അതിലെടുത്ത് കളയേണ്ടതിന്. അപ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും നട്ടലില്ലാത്തത് കൊണ്ടാണ് കോടതി പറയേണ്ടി വന്നത് എടുത്ത് കളയെന്ന് പറഞ്ഞിട്ട്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നട്ടലുണ്ടായിരുന്നെങ്കിൽ ആ കോളേജ് മാനേജ്മെന്റിനോട് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരുന്നു. ആ കോളേജ് അധികൃതരോടും ആ ചാൻസലറോടും പോയി ചോദിക്കേണ്ട, കോളേജ് യൂണിയനോടും പോയി ചോദിക്കണമായിരുന്നു. യൂണിവേഴ്സിറ്റികളിൽ പോയി യൂണിയനോട് ചോദിക്കണമായിരുന്നു. എന്തിനാടാ അടുത്ത് വെച്ചിട്ടാടാ ഇന്തിഫാദ ഇട്ടത്? ഇവിടെ എന്തോ അറബിക്ക് രാജ്യമാണോ എന്ന് ചോദിക്കാൻ നട്ടലില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് വന്നത്? ആ ഇന്തിഫാദ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഒരുത്തൻ പോയി കോടതിയിൽ പോയി പോരാടേണ്ടി വന്നത്. അപ്പൊ നട്ടലില്ലാത്തവന്മാരായിട്ട് നീയൊക്കെ ജീവിക്കുന്ന, നിന്റെയൊക്കെ മദ്യത്തിലും പെമ്മക്കളെയും വെച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെയൊക്കെ ഭാര്യമായിട്ടിരിക്കുന്നവരും നിന്റെയൊക്കെ മക്കളായിട്ടിരിക്കുന്നവനും നിന്റെയൊക്കെ അമ്മയും സഹോദരിമാരായിട്ടും ഇരിക്കുന്ന സ്ത്രീകളെല്ലാം നിന്റെ മുമ്പിലൊക്കെ തലതാഴ്ത്തി ലജ്ജിച്ച് നിൽക്കണം. നട്ടലില്ലാത്ത പുരുഷന്മാരെ കല്യാണം കഴിച്ചതിന്റെ പേരില്, വെറും ശിഖണ്ഡികളെ കല്യാണം കഴിച്ചതും ശിഖണ്ഡിയെ മകനായി പ്രസവിച്ചിട്ടതിന്റെ പേരിലും ശിഖണ്ഡി അപ്പനായിട്ട് എന്റെ അപ്പൻ ഇരിക്കുന്നല്ലോ എന്നുള്ള പേരിലും നിന്റെയൊക്കെ സമൂഹത്തിലെ പെൺ സഹോദരങ്ങൾ പോലും തലതാഴ്ത്തി നിന്റെയൊക്കെ മുമ്പിൽ നിൽക്കണം. കാരണം മക്കളെ വളർത്തിയെടുക്കുമ്പോൾ പോലും, പെൺമക്കളെ വളർത്തിയെടുത്താൽ പോലും നട്ടലുള്ള പെൺമക്കളെയാണ് വളർത്തിയെടുക്കാനായിട്ട്. കാരണം ഇനിയുള്ള കാലഘട്ടം അങ്ങനെയാണ്. തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് പോരാടുന്ന സമയത്ത് പച്ചയ്ക്ക് നിന്ന് സ്ത്രീയെയും ശിശുവിനെയും വ്യത്യാസമില്ലാത്തവണ്ണം ഭോഗിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഈ കാമഭ്രാന്തന്മാരുടെ ഇടയിൽ നിന്ന് ജീവിക്കേണ്ട ഓരോ സ്ത്രീകളും കരുത്താർജിച്ചിരിക്കണം. എന്തിനാണെന്നറിയാമോ? ഈ ചെറ്റത്തരവും തെമ്മാടിത്തരവുമായി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ പ്രതികരിക്കാൻ ശക്തിയുള്ളവരായിരിക്കണം. നിങ്ങൾ നട്ടല് വളഞ്ഞു കൊടുക്കരുത്. ഏതവനാണെങ്കിലും തീർത്തിട്ട് വേണം കാര്യം പിന്നീട് സംസാരിക്കാനായിട്ട്. നിങ്ങളടുത്ത് കയറി ചൊറിയാൻ വന്നാൽ ഇസ്രായേലിന് അവസരം പോലും കൊടുത്തില്ല ഇവന്മാര്. ഇസ്രായേലിന് അവസരം കൊടുക്കാതെ കയറി വന്നതാണ്. അതുകൊണ്ട് എന്തുവാ, മുൻകരുതലില്ലാതെ പോയപ്പോഴത്തേക്കും ഇവിടെ കയറി പെൺപിള്ളാരെ മുഴുവനും ബലാത്സംഗം ചെയ്യുക, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുക ഇവന്മാർ ചെയ്തിട്ട് പോയത്.
അതിനുള്ള ധൈര്യം ഇവന്മാർക്ക് എവിടുന്നാ കിട്ടിയത്? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നട്ടല് വളച്ചു കൊടുക്കാതിരിക്കെ. ക്രിസ്ത്യാനിയെ നിനക്ക് ജീവിക്കണമെങ്കിൽ നിന്റെ നാട്ടിൽ BJP ഭരണത്തിലേ വന്നേ പറ്റത്തുള്ളൂ. BJPക്ക് നീ ഏതെങ്കിലും തരത്തിൽ BJP നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ തീവ്രവാദികളെ വളർത്തുന്നത് കോൺഗ്രസ് ആണ്. ഇത്രമാത്രം തീവ്രവാദികൾ ഇന്ത്യയിൽ വളരാൻ കാരണം കോൺഗ്രസ് ആണ്. ഇനി ഈ ഭരണത്തിൽ കോൺഗ്രസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, കേരളത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ തീർന്ന്, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ട. ഈ രണ്ട് കൂട്ടരെയും മാറിയും തിരിഞ്ഞും ജയിപ്പിക്കാൻ വേണ്ടി കിടുകിടാ പരിശ്രമിക്കുന്ന ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും ഞാൻ പറയുക, നീ എല്ലാം കൊണ്ടുപഠിക്കാൻ കിടക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഇതേ സമയത്ത് വന്ന് സംസാരിച്ച നിന്നോടൊക്കെ, കേരളത്തിൽ നീയൊക്കെ കൊണ്ടുപഠിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അന്ന് കേൾക്കാതിരുന്ന വിഡ്ഢിജനം കൊണ്ടുപോയി എന്ത് ചെയ്തു? പിണറായിക്ക് വീണ്ടും കൊണ്ട് വോട്ടിട്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ സുഡാപ്പി കയറി ഭരിച്ചുകൊണ്ടിരിക്കുക കേരളത്തെ. അതുകൊണ്ട് പിച്ചച്ചട്ടി എടുക്കുകയാ കേരളം, പിച്ചച്ചട്ടി. നീയൊക്കെ മനസ്സിലായോ? കൊണ്ടുപഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അരി മേടിക്കണമെങ്കിലും അത് മേടിക്കണമെങ്കിലും ഇത് മേടിക്കണമെങ്കിലും നിങ്ങൾ തെണ്ടുകയാണ്. 1500 രൂപ പെൻഷൻ തരുമ്പോഴത്തേക്കും അവൻ 1500 തന്നിട്ട് അവൻ 5000 രൂപയായിട്ട് നിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് പോലും ഇവിടുത്തെ മണ്ട കമ്മിക്കും അറിയത്തില്ല, മണ്ട കൊങ്ങിക്കും അറിയത്തില്ല എന്ന് വേണം പറയുവാനായിട്ട്. ഇനിയെങ്കിലും തലച്ചോറ് ഉണരാൻ വേണ്ടിയിട്ട് തലച്ചോറും ബുദ്ധിയും എടുത്ത് ഒന്ന് പ്രവർത്തിക്കും നിങ്ങള്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാനാ കർത്താവ് പറഞ്ഞ. പാമ്പിന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ട എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്കെതിരെ വരുന്ന ആപത്തിനെ ചുറ്റും നടക്കുന്നത് എന്താണെന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനിയുള്ള നാളുകൾ മുന്നോട്ട് പോകാനായിട്ട്. ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് രക്ഷയില്ല പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉറപ്പിച്ച് പറയാം. കുറിച്ചു വെച്ചോ ഡയറിയിൽ. റീന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടുന്ന നാളുകൾ വരാൻ പോകുകയാ. കുറിച്ചു വെച്ചോ നീയൊക്കെ ഡയറിക്കകത്ത്. ഞാൻ ഇസ്രായേലിൽ കിടക്കുക, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിന്റെയൊക്കെ മക്കളെ ഓർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പെണ്ണുങ്ങളായിട്ടിരിക്കുന്ന നിന്റെയൊക്കെ മക്കളെയും നിന്റെയൊക്കെ ഭാര്യമാരെയും നിന്റെയൊക്കെ അമ്മയെയൊക്കെ ഓർത്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇവിടെ ഇസ്രായേലിൽ പെൺ സമൂഹത്തിനെ കാട്ടിക്കൊണ്ടുപോയ നരാധമന്മാരുടെ നരനായാട്ടിനെ കേരളത്തിലെ വൃത്തികെട്ടവന്മാരായ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ മുസ്ലിം ലീഗും എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുകയാണ്? ഒത്താശ കൊടുക്കുകയാണ്. സൂപ്പർ പോരാട്ട വീരന്മാരെന്ന് പറഞ്ഞുകിട്ട് ആ പച്ചമാംസങ്ങളെ ബലാത്സംഗത്തിനിരയാക്കി കൊന്നു ആ പച്ചമാംസങ്ങൾ കത്തിത്തീരുന്നതിന് മുമ്പേ, ആ പച്ചമാംസങ്ങളുടെ ശവശരീരങ്ങൾ അടക്കപ്പെടുന്നതിന് മുമ്പേ ഇവിടെ തെരുവിലിറങ്ങി പോരാട്ട വീരന്മാരെ പ്രശംസിക്കുന്ന കേവലം കെട്ട നാടിനോട് എന്ത് കൂറാണ് ക്രിസ്ത്യാനിയെ നിനക്കുള്ളത്? ഈ കേവലം കെട്ടവന്മാരോട് അല്പം ഉളുപ്പും വിവരവും പറയുന്നത് നിനക്കില്ലേ? തലച്ചോറെന്ന് പറയുന്നതില്ലേ ഇനിയെങ്കിലും ക്രിസ്ത്യാനിയെ? യഹൂദനായിട്ട് പോട്ടെ, ഏതവനായിട്ട് പോട്ടെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്താൽ അത് യഹൂദനാണെങ്കിൽ അത് രസിക്കാൻ എളുപ്പമല്ലേ എല്ലാവന്മാർക്കും? നാണക്കേട്. നീയൊക്കെ സൈക്കോകളായി പോയല്ലോ ക്രിസ്ത്യാനിയെ. ഈ സൈക്കോകളുടെ സൈക്കോ കർത്തരത്തിന് ഒത്തവണ്ണം നിൽക്കാതെ അതിന് നട്ടലുള്ളവരെങ്കിലും എന്ത് ഈ ഭൂമിയിൽ നിർത്ത്. അല്ലാതെ നീയൊക്കെ നട്ടലില്ലാത്തവന്മാരായി പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ ഭാര്യമാരെയും മക്കളെയൊക്കെ ഉമാർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്ത് ജീവിക്കേണ്ട ഗതികേട് പെണ്ണായ എനിക്കേ അറിയത്തുള്ളൂ. ഞങ്ങൾ പെണ്ണുങ്ങളാവുമ്പോഴേ അതിന്റെ വികാരം മനസ്സിലാകത്തുള്ളൂ. ആണെന്ന് പറയുന്ന വിവരം കെട്ടവന്മാർക്ക് ഇതെങ്ങനെ മനസ്സിലാകാനാ ഇതൊക്കെ പറയുന്ന സമയത്ത്? ഇനിയെങ്കിലും തലച്ചോറുണര്. അതുകൊണ്ട് ഈ സുഡാപ്പികള് പല രീതിയിലും എന്ത് ചെയ്യും? ഈ ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഈ സുഡാപ്പികൾ എന്ത് ചെയ്യുന്നറിയാവോ? കറങ്ങി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? തകർത്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോഴത്തേക്കും ഇപ്പൊ വന്നിരിക്കുകയാ സ്വർണ്ണക്കിരീടം ഭയങ്കര വിവാദമായിരിക്കുകയാണ്. നാണം കെട്ട ക്രിസ്ത്യാനിയെ, നിന്നെയൊക്കെ കണ്ട് ലജ്ജിക്കുകയാണ് ക്രിസ്ത്യാനിയെ. നീയൊക്കെ ക്രിസ്ത്യാനി വർഗത്തിൽപ്പെട്ടതാണോടെ ചെറ്റകളെ? നീയൊക്കെ കേവലം കെട്ട ചെറ്റകളെ. നിന്റെയൊക്കെ പള്ളിയിൽ ഒരുത്തൻ സ്വർണ്ണക്കിരീടം കൊണ്ടുപോയി തന്നപ്പോഴത്തേക്കും ആ സ്വർണ്ണക്കിരീടം ഉരച്ചു നോക്കുക, എത്ര പവനുണ്ട്, അത് ഫുള്ളും സ്വർണ്ണമാണോ, അതിനകത്ത് എത്ര ചെമ്പുണ്ട്? നാണവും മാനവും കെട്ട ക്രിസ്ത്യാനി. നിന്റെയൊക്കെ പള്ളിയിലിരിക്കുന്ന കൊടിമരം എടുത്ത് പോയി അളന്നു നോക്കണം, അതിനകത്ത് എത്ര സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന്. നിന്റെ കള്ളിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കുരിശില്ലേ, വലിയ വലിയ കൊമ്പത്തെ നേതാക്കന്മാരും അവന്മാരും യുവമാരും കൊണ്ട് സംഭാവന നിന്റെ പള്ളിയിൽ കൊണ്ടുവന്ന് അണ്ണാക്കിൽ തിരികെ തന്നപ്പം അതിനകത്ത് ഇരിക്കുന്നതിനകത്തൊക്കെ എത്ര സ്വർണ്ണം ഉണ്ടെന്ന് തപ്പടാ. പിന്നെ സുരേഷ് ഗോപി തന്നതിന് മാത്രം സ്വർണ്ണം തപ്പിക്കൊണ്ട് നടക്കാതെ വിവരം കെട്ടവന്മാരെ. സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ വിചാരം എന്തുവാ? സ്വർണ്ണക്കിരീടം എന്ന് പറഞ്ഞാൽ സ്വർണം മാത്രം കൊണ്ട് പണിതിരിക്കണമെന്നാണോ നിന്റെയൊക്കെ വിചാരം? അത് ഏതവനാ പഠിപ്പിച്ചെന്നത്? ഈ വന്ന ബുദ്ധികൾ ക്രിസ്ത്യാനികൾക്ക് എന്ന് പറഞ്ഞ ബുദ്ധിയില്ലേ? ഈ കാലപാടന്മാർക്കും ഈ സുഡാപ്പികൾ എന്ന് പറയുന്ന വിവരം കെട്ടവന്മാർക്കും ബുദ്ധിയും ബോധമില്ലെന്നെങ്കിലും പറയാം. അവന്മാരെ കാട്ടുകഴുതകളായിട്ടാ ദൈവം സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് പോലും. ദൈവവചനം തന്നെ പറയുന്നുണ്ട്. ഹാഗാറിന്റെ അടുത്ത് പറയുകയാണ്, നിന്റെ സന്തതി ഇസ്മായിലിന്റെ സന്തതിയെ ഞാൻ കാട്ടുകഴുതയെ പോലെ അനുഗ്രഹിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ആ കാട്ടുകഴുതകൾക്ക് വിവരമില്ലെന്നെങ്കിലും പറയാം. പക്ഷെ ക്രിസ്ത്യാനിക്ക് എവിടെ പോയി വിവരമില്ലാതെ പോയി? ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് ഇല്ലേ? കോമൺ സെൻസ് എന്ന് പറയുന്നില്ലേ ക്രിസ്ത്യാനിക്ക്?
ഒരു സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൂക്കം എത്രയെന്ന് നോക്കും. ആ തൂക്കം എന്ന് പറഞ്ഞാൽ 250 ഗ്രാം ഉണ്ടെങ്കിൽ 250 ഗ്രാം സ്വർണം ചേർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു 500 ഗ്രാം ഉണ്ടെങ്കിൽ 500 ഗ്രാം സ്വർണം ചേർക്കാൻ പറ്റുമോ? ഇത് എവിടുത്തെ ന്യായമാ? വെള്ളരിക്കപ്പെടണോ? നിങ്ങളുടെ വിവരവും ബുദ്ധിയും ബോധവും ഇല്ലാത്തവരാണോ? ചെമ്പിനകത്ത് സ്വർണം പൂശിയതാണ് പോലും. ചെമ്പിനകത്ത് തന്നെയാണ് പണിയുന്നത്. അതിനകത്ത് എത്രത്തോളം സ്വർണത്തിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതാണ് സ്വർണ്ണ കിരീടം എന്ന് പറയുന്നത്, അതാണ് സ്വർണ്ണ കുരിശ് എന്ന് പറയുന്നത്, അതിനെയാണ് സ്വർണ്ണ കൊടിമരം എന്നൊക്കെ പറയുന്നത്. വന്നിരിക്കുന്നു. വല്ല അംബാനിയും കൊണ്ട് തരികയാണെങ്കിൽ സുരേഷ് ഗോപി അംബാനിയായിട്ട് ജീവിക്കല്ല. അയാളുടെ ഇല്ലായ്മയിലും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം എടുത്തുകൊണ്ട്, അദ്ദേഹത്തിന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെ കൊടുത്തുകൊണ്ട് പോലും അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ രീതിയിലാണ് സുരേഷ് ഗോപി. ഈ ഗിവ് ദ മിക്ലഹാർ മത്തായി இந்த பால்பா माशा अक्षव ما ترتسا لورتسا مكلها അക്ഷവ് ബസ്. അദ്ദേഹത്തിന്റെ ഇല്ലായ്മയിലും അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന വരുമാനത്തെയും അതുപോലെ പാവത്തുങ്ങൾക്ക് മതം നോക്കാതെയും ജാതി നോക്കാതെയും ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവൻ വരുമ്പോഴത്തേക്കും മനസ്സറിഞ്ഞു കൊടുക്കാൻ മനസ്സുള്ളവനെ മാത്രം നിങ്ങൾ നോക്ക്. അല്ലാതെ എന്താ പറയുക, പാർട്ടിയുടെ പേരിൽ മന്ദം കൊമ്മിയായിട്ടും വിവരക്കേട് പറയാതെ വിവരം കെട്ടവന്മാരെ, ആ മനുഷ്യന്റെ ആ മനസ്സിനെയെങ്കിലും നോക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യുക. അല്ലാതെ വിവരം കെട്ടവന്മാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുമ്പോഴത്തേക്കും അതിനൊത്ത് തുള്ളാൻ നിൽക്കുന്ന ക്രിസ്ത്യാനിയെ കേവലം വിവരം കെട്ടവന്മാരെന്നേ പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ ഇനി പഠിച്ചില്ലെങ്കിൽ, ഇതിലെങ്കിലും ക്രിസ്ത്യാനി പഠിച്ചില്ലെങ്കിൽ ഇനി ക്രിസ്ത്യാനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല എന്നുള്ള തെളിവാണ്. ഇപ്പോഴെങ്കിലും ക്രിസ്ത്യാനി ഈ വിഷയത്തിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ക്രിസ്ത്യാനി നന്നാകാൻ പോകുന്നില്ല. ഈ നന്നാകാത്ത ക്രിസ്ത്യാനിക്ക് വേണ്ടിയിട്ട് ഇനി ഒന്നും സംസാരിച്ചിട്ടും കാര്യമില്ല എന്ന് വേണം പറയാൻ. ചാട്ടവാറിനെടുത്തിട്ട് ചാമ്പി കൊടുക്കുകയാണ് വേണ്ടത് വൃത്തികെട്ട ജന്മങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുക, ഹിന്ദുക്കളെ, ഈ വിവരം കെട്ട ക്രിസ്ത്യാനികൾ ഈ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുകയാണെങ്കിൽ, ഈ സുഡാപ്പികൾ പറഞ്ഞുണ്ടാക്കുന്ന ഈ വിവരക്കേടിന് ഈ വിവരം കെട്ടവന്മാരും ഇതിനൊത്തൊത്താശ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ചെറ്റകളെ എന്ത് ചെയ്യരുത്, സപ്പോർട്ട് നിൽക്കരുത്. കാരണം ഈ സുഡാപ്പികൾക്ക് സ്വന്തം മക്കളെയും അമ്മയും വരെ കൂട്ടിക്കൊടുക്കാൻ മടിയില്ലാത്ത ക്രിസ്ത്യാനിയായിട്ട് ഇന്ന് ക്രിസ്ത്യാനി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം കെട്ടവന്മാര് മതേതരം എന്ന് പേരും പറഞ്ഞുകൊണ്ട് ഒരുത്തനെ അപമാനിക്കുന്നതിനും പരിഹസിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അച്ഛന്മാരുടെ ഉണ്ടാക്കിനകത്ത് പഴം കുത്തി തിരികെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പറയാൻ അറിയത്തില്ലായിരുന്നു അച്ഛന്മാർക്ക്. ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവന്ന സ്വർണ്ണക്കിരീടമാ, അത് അളക്കാനും പോകുന്നില്ല, മളക്കാനും പോകുന്നില്ല. ഒരുത്തൻ ദാനമായിട്ട് എന്തുവാ കൊടുത്തതാണ്, അത് നേർച്ചയായിട്ട് കൊടുത്തതാണ്. അതിനെ അളന്നും തൂക്കിയും എടുത്തു നോക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അതിനകത്ത് സ്വർണം പൂശിയാലും എന്താ, ചെമ്പിരുന്നാലും എന്താ, ഞങ്ങൾക്കത് വിഷയമില്ലെന്ന് പറയാൻ തക്കവണ്ണം നട്ടല് വേണം അച്ഛന്മാരെ. നട്ടലും നാണവുമാനവും ഇല്ലാത്ത വെല്ലവളും പറഞ്ഞു വെല്ലവനും പറഞ്ഞു എന്നിട്ട് തൂക്കാൻ നടക്കുക സ്വർണ്ണ കിരീടവും എടുത്തോണ്ട്. നിന്നെയൊക്കെ എന്നാടാ വിളിക്കേണ്ടത് വിവരം കെട്ടവന്മാരെ? നിന്നെയൊക്കെ ചുമ്മാതെയല്ല നൈറ്റിക്കകത്ത് കിടക്കുന്നവന്മാരെന്ന് ഞാൻ പറയേണ്ടി വന്നതുകൊണ്ടാ. നാണവും മാനവും ഉളുപ്പും കെട്ടവന്മാര് നിന്റെയൊക്കെ പള്ളിയിൽ കൊണ്ടുവന്ന് നേർച്ച കൊണ്ടുപോയി വളക്കാൻ നടക്കുക വിവരം കെട്ട വിവരദോഷികള്. എന്റെ പ്രിയ സഹോദരങ്ങൾ, ഇവന്മാർ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ തിരിഞ്ഞു പോലും നോക്കരുത് നിങ്ങൾ. എനിക്ക് അത്യാവശ്യം ഒരു ഡ്യൂട്ടിയുടെ കാര്യമുണ്ട്, ഞാൻ പോവുകയാ. ഇനിയും ഒരു ലൈവ് ഞാൻ ഇതിനു വേണ്ടി വരുന്നുണ്ട്. അപ്പൊ